ഹലോ, ആ ബ്രിട്ടോണ്. ഇന്ദ്ര ഇല്ലടാ, ഞാനിവിടെ കാസർഗോഡ് വരെ പോവാണ്. ആ അത് കുഴപ്പമില്ല, ഞാൻ പോയി വാങ്ങിച്ചോളാം. ശരി എന്നാ, ഓക്കെ എന്നാ. അപ്പൊ രഞ്ജു, നമുക്ക് അവിടെ പോയിട്ട് ഒരു 5 മിനിറ്റ് ക്യാഷൊക്കെ കളക്ട് ചെയ്തിട്ട് നേരെ കൊള്ളിയും പൊട്ടി എന്തിനാ വീണ നമുക്ക് തിരക്കൊന്നുമില്ലടേ. അതെ ബ്രിട്ടോണ്, നമ്മുടെ ലോൺ ആപ്പി അണ്ണൻ എന്തോ കേസ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ? ഈ ലോൺ ആപ്പിയുടെ ഒരു കാര്യം, അത് നമ്മൾ ഈ തല്ലും പിടിക്കിട്ട് ഇറങ്ങുന്നതിന് മുമ്പാണ്. കയ്യില് കാശുമില്ല, ജോലിയില്ല, ജീവിതത്തിന് അർത്ഥമില്ല എന്നൊക്കെ തോന്നിയപ്പോ ഞാൻ ചുമ്മാ ഒരു ആത്മഹത്യ സംഭവം ഫ്ലോപ്പായി. പിന്നെ ഞാൻ അങ്ങോട്ട് തല്ലും പിടിക്കായിട്ട് ഈ നിലയിലായി. നമ്മുടെ പേരിലൊരു ഒറ്റ കേസില്ല, ഉള്ളത് ഈ ഒറ്റൊരു കുരിശനം. ആത്മഹത്യ ശ്രമത്തിന്റെ പേരില് IPC 306. ഇതിപ്പോ എന്താ സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നാളെ കിടത്താനായിട്ട് കോടതിക്ക് തൊള്ളേ തോന്നിയ പോലെ ഹിയറിംഗ് വയ്ക്കും. അന്ന് ചത്തുപോയാൽ മതിയായിരുന്നു. ഇപ്പോഴും ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ചെറുതായിട്ടൊന്ന് ആത്മഹത്യ തരും വെറുതെ. ഇവിടെയൊക്കെ ഫ്ലാറ്റിന്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റിക്ക് ആളുള്ള ഒരു പരിപാടി ഉണ്ട്. ഇതിപ്പോ അതിന്റെ ഒരു ക്യാഷ് ഡീലിങ്സ് ആണ്. ഒരു 5 മിനിറ്റ് എപ്പോ വരാം, വന്നിട്ട് കൊള്ളി പൊട്ടി. ആ ഇയാളെന്താ നമ്മളെ കളിയാക്കിയാണ്? ആകെ മൊത്തം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഞാനും വരുന്നു. മുള്ളണൊക്കെ ഉള്ള തകട് മറിക്കില്ല കേട്ടാ. ഇവിടെയൊക്കെ ഈ സ്ഥലത്തിന് എന്ത് വില വരും? ഒരു 3 രൂപ, 2.5 രൂപ കിട്ടും. എന്താ വേണ ഇച്ചിരിക്കൂട്ടാ? നിങ്ങളുടെ മാമന്റെ കരമല്ല സ്ഥലം കച്ചവടമായാ? ആർക്കറിയാം. അല്ല, നിങ്ങൾ ശേഷല്ലേ, നിങ്ങളോട് ആലോചിക്കാനാ സ്ഥലം വിറ്റത്. ചുമ്മാ കേട്ടാണ്. രഞ്ജുടൻ ഒരു ഹെൽപ്പിയോടാ, ഈ അണ്ടിക്ക് ഒന്നും കൂട്ടുപോടാ. അല്ല എന്താ ചാടിയതാണ്. ചേച്ചി ഈ മഞ്ഞ ചമ്മന്തി വേറുണ്ടോ? എവിടെ ഇരിക്കണ്? ആ പാക്കറ്റിലൊന്ന് നോക്കിയാണ്. എന്തിനാണ് സംഭവം? കാഷ്യറെ വിളിച്ച നാറിയില്ലേ, ആ നാറി എനിക്കൊരു സ്കെച്ച് ഇട്ടാ. ആ മോളിന്നോടല്ലേ അവൻ്റെയാണ് ബിൽഡിങ്. 2 ദിവസം മാറിക്കണം. അതിൻ്റെ ഞാൻ തിരിച്ചിങ്ങോട്ട് വരട്ടെ, പണിക്ക് പണി കൊടുക്കേണ്ടിയാണ്. രഘുണൻ, നിങ്ങളേ ഇവിടെ ഇറങ്ങി. അല്ല ടെൻഷൻ ആവണ്ടെന്ന്, ഞാനേ കാസർഗോഡ് വേറെ വണ്ടി ഇറങ്ങി തരാം. ഞാൻ പറയട്ടെ, ഇറങ്ങ്. പറയാ കാര്യണ്ട്. ഇവൻ നമ്മളെ തേച്ചതല്ലോ. നിങ്ങൾ പേടിക്കണ്ടെന്ന്. ഒന്നുകിൽ ഞാൻ വരും, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ വരും. നിങ്ങളെ ഇവിടെ തന്നെ ഉണ്ടായോട്ടാ. ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ ശരി. അയ്യോ സോറിട്ടാ, ആ ശോശനയുടെ ഇടയിൽ കൊള്ളിയും പൊട്ടിയും വാങ്ങിച്ചാൻ പറ്റില്ല കേട്ടാ. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ ഇങ്ങോട്ട് വരുമ്പോ പിടയ്ക്കാന്ന്. ഓക്കെ ശരി. ഊള ഇവനാണോടേ ചാവക്കാട് വിട്ടോ പേട്ടാ വിളിക്കും. ഗുണ്ടയാണിത്, ഗുണ്ട. പോക്കിൽ ആത്മഹത്യ കുറിപ്പിട്ടോണ്ടാണ് നടക്കുന്നത്. അവന്റെ മരക്കൊള്ളിയും കുട്ടി. ഇച്ചിരി വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ വെച്ചാൽ കയ്യിലുണ്ടായിരുന്ന കാർഡ് ബ്ലോക്കാക്കി. ഒരു വെള്ളത്തിനുള്ള പൈസയാണ് എൻ്റെ ഉണ്ട്. പോടേ. എന്നാണ് നമുക്ക് ആകാശം നല്ല സിപ്പപ്പ് മേടിച്ച് വിളിച്ചാലേ? സിപ്പപ്പ് എന്തായി മക്കളെ? ഓ പോയിക്കൊണ്ടിരിക്കണ. വല്ലതും കഴിച്ചാ? ആ അപ്പം കഴിച്ചു. നേരത്തിന് കഴിക്കണേ, അൾസറൊക്കെ ഉള്ളതാണ്. പിന്നെ പ്രഷറിന്റെ മരുന്ന് കഴിച്ചാ? ദാസപ്പം വന്ന് കല്ലിറക്കിയിട്ട് വയ്യേ. നടയില അല്ല പിറവില്. പിന്നെ നല്ല മീന് കിട്ടി. നാളെ കാലത്ത് പിങ്കൂനെ കാണാൻ പോകുമ്പോ കൊണ്ടുപോയി കൊടുക്കാം. കൊടുക്ക് മക്ക, സൂക്ഷിക്കണേ. പിന്നെ വിളിക്കാം അമ്മ. രഘുവേട്ടൻ, ബ്രിട്ടേട്ടൻ പറഞ്ഞിട്ട് വന്ന വണ്ടിയാ, നിങ്ങൾ കയറിക്കോ. കുറവിലാണ്. ബ്രിട്ടേട്ടൻ നിങ്ങൾക്ക് തന്നതാ. അണ്ണാ നന്ദിയുണ്ട് കേട്ടാ. അല്ല സേന, നമുക്ക് ബസ് വല്ല നോക്കിയാലോ? അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തിനാ വാള് വരാനാ? തൽക്കാലം കാറിൽ തുടങ്ങിയതാ, ലോറി വരെയായി. എന്തൊരു വാടോ.
അപ്പൊ കാസർഗോഡ്. മരിച്ചിനി. ഓ ഇതിനാണല്ലേ കൊള്ളി കൊള്ളി എന്ന് പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾ എന്തിനു പറഞ്ഞത്? അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ എന്തിനെന്ന്? ഒരുപാട് കഴിച്ചിട്ടുണ്ട് പോലും. ഓ, എന്തൊരു തള്ളണ്ണ. നിങ്ങൾ പറയുന്നത് വേറെ റൈറ്റ് കൊണ്ടേ അരിപ്പിടി കൊണ്ടുണ്ടാക്കണത്. ഓ അമ്മയാണേ. അത് കോലം വീടിന് മുമ്പ് കരി കൊണ്ട് ഇങ്ങനെ ഇടണം. ഇത് കൊള്ളി. എന്തിനാവട്ടെ. എന്തിനാണ് അണ്ണനും തള്ളി പറയല്ലേ? ചുമ്മാ പറഞ്ഞാടേ നീ കഴി. അതിങ്ങട് ഇനി ഞാൻ മറ്റോ എന്തോരോ കഴിച്ചാണ്. എന്തൊക്കെ പറഞ്ഞല്ലോ ബ്രിട്ടോ നല്ല ആള് തന്നെ കേട്ടോടേ. ഇതെന്തൊരു കഴിയണ്ണ? ബീഫാണോ? ഡേ ഇതാണ് പോട്ടി. നമ്മുടെ പോത്തില്ലേ, പോത്തിന്റെ കുടല്. വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളത് കമ്പി കൊണ്ട് മറിച്ചിട്ട് മറ്റേ കുമ്മായൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കും. ഹോട്ടലിലൊക്കെ എന്തോ കൊള്ളാട്ടണ ചുമ്മാ തട്ടുന്ന്. ഈ നമ്മുടെ പശുവിന്റെ ചാണകയില്ലേ, ചാണകം. ആഹാരം വെറുത്ത് എന്തോന്നാ അല്ലേ അണ്ണ ഈ തറയിലൊക്കെ ഇടുന്ന മണ്ട അടിച്ചു പോകണേ. എന്തിനാ ഇതിപ്പോ ഫാൻ്റെ സ്പീഡ് വിട്ട് പോലെ ആയാലടേ. ഓരോ സ്ഥലത്തെത്തും തോറും ഗുണ്ടകളുടെ എണ്ണം കൂടി വരികയാണല്ലോ. ഇനി കാസർഗോഡ് എത്തുമ്പോൾ എന്തൊരു പാടോ എന്തോ. ഡേ ശ്രീ സമയം തേടേ. സമയം 8:45 കഴിഞ്ഞ. നിങ്ങൾ ആരും അടിക്കൂലേ? അടിക്കും. പിന്നെ അടിക്കും. എന്തടിക്കാൻ? ഡേ അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കടേ. ഓ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഈ കീണി കോണാത്ത ഒരു പെട്ടിക്കട പോലും കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ കുടിയന്മാർ നാറുകൾ ഇങ്ങനെ തന്നെ 8:50 വരെ കാത്തിക്കും. എനിക്കിട്ട് താങ്ങിയാണ്. നോക്കട്ടെ വണ്ടി. ഹലോ അണ്ണാ, അണ്ണാ സാധനം വല്ലതുണ്ടോ? അണ്ണാ കുപ്പി വല്ലതും ഉണ്ടോ? രണ്ടര അടിക്കാൻ സാധനം. അവന്മാരൊക്കെ നല്ല ഉറക്കത്തില്ലെന്ന് തോന്നുന്നുണ്ട്. നടപടി ഇല്ലണ്ണാ. എന്ത് ചെയ്യണം? ഇത് വേണേ അടിച്ചിട്ട് കിടന്ന് ഉറങ്ങണേ. വെറുതെ കൊതിക്കുകയും ചെയ്തു. ഇങ്ങോട്ട് വേണം. ഓ ഓടിയെ കൊണ്ട് ഞാൻ തോന്നും. ഞാൻ ഹലോ, സ്ഥലം എത്തി. അണ്ണാ ഓ കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞാൽ മതി. ഇപ്പോഴാണ് കേട്ടത്. വലിയ തള്ളില്ല. ഒരെണ്ണം വാങ്ങിയാലോ? ഒന്ന് വിളിക്കട്ടെ. വണ്ടി തിരിച്ച് മലയാറ്റ് കൊടുക്കണം. പിന്നെ കഴിഞ്ഞു. വാടേ എന്തായാലും നോക്കിക്കൊണ്ട് നിൽക്കണത്. വാ. അണ്ണാ ഇത് നമ്മുടെ സിറ്റി പോലെ അല്ലല്ലേ? അതിനിത് കാസർഗോഡല്ലേ? അവൻ്റെ ഒരു കണ്ടുപിടുത്തം. തിന്നാൻ എന്തുണ്ട്? എന്താ ഉള്ളത്? ദോശ, ഉണ്ട, കൽത്തപ്പം, ഗോളിയജ, ഉള്ളിവജ, പുലാവ്, പലാവ്, കേസരി ഭാത്ത്, ടൊമാറ്റോ ഭാത്ത്, വാങ്ങി ഭാത്ത്, കാരാഭാത്ത്, ഓട്ടുപോള, അട്ടിപ്പോള, ഉണ്ടക്കായി, ബെൻസ്, വായിക്കാച്ചി. എന്തുകൊണ്ട് പറയും? അനിയ 4 കട്ടൻ എടുക്കാൻ പറ്റുമോ? 4 വട്ടം മതിയല്ലോ. അണ്ണാ പിന്നെ ഈ ഭരണവനെ വിശ്വസിക്കാവില്ലേ? വലിയ കേസൊന്നുമല്ലല്ലോ. നിന്നെ പോലെ ഒന്നുമില്ലേ, നമ്മുടെ പയ്യനാണ്. എന്തെങ്കിലും കലിപ്പൊട്ടെ ചങ്ക് പറിച്ച് കൂടെ എന്നുള്ളത്. ഇത്ര എളുപ്പ പയ്യൻ എനിക്കറിയാന്ന്. ഓ രതീഷ്, കാസർഗോഡ് രതീഷ്. ഹലോ, വണ്ടി ഇടയ്ക്കാൻ കഴിയൂലേ? എങ്ങനെ വേണമെങ്കിൽ മാറ്റി. ഇതിനൊക്കെ എവിടുന്നാ വരുന്നത് മനുഷ്യന്? പിന്നെ വിളി.
ആ രതീഷേ സലാം നമസ്കാരം നിങ്ങ ബസ്സിനെ വന്നിനി ഞാൻ മാർക്കറ്റിന്റെ അവിടെ കാത്തു നിന്നിനി നിങ്ങാടെ ഇറങ്ങുന്നു വിചാരിച്ചു ബൈക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്തിനു പറയണത്? ഞങ്ങള് ലോറിയിലാണ് വന്നത്. വരുന്ന ബൈക്ക് സംഗതി ഫോൺ വിളിച്ച് പറഞ്ഞിനപ്പാ ഉമ്മാന്റെ മയ്യത്തെടുക്കാൻ നോക്കിയാൽ ചവിട്ടിക്കൂട്ടി ചുമലിട്ട് വാൾ പോസ്റ്റ് ആക്കണം എന്നിട്ട് അവനെക്കൊണ്ട് മാപ്പ് പറിക്കണം അതല്ലേ വേണ്ടേ? അതല്ലടേ, ചെറുക്കനെ വീട്ടിൽ നിന്ന് പോക്കണം, എന്നിട്ട് അവന്റെ കവാല കുറ്റിവെക്ക് നാലെണ്ണം പൊട്ടിക്കണം, എന്നിട്ട് അവനെ വണ്ടി കയറ്റിട്ട് തിരുവനന്തപുരത്തേക്ക് നൂത്ത് പോകണം. അതല്ലേ പോലും പറഞ്ഞേ തന്നെ ഓ ആ ഈടുന്ന് ഒരുത്തനെ പൊക്കി ആടെ കൊണ്ടുപോയി മാപ്പ് പറിക്കണം. അത് ഞാനേറ്റ് ഫോട്ടണ്ട ഫോട്ടോ 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 കാണിക്കടേ. ഇതാണ്ടേ ആ വാൾപേപ്പറിൽ കാണുന്നത് കാണാം. നിങ്ങൾ അടുത്ത ബസ്സിന് കയറി വിട്ടോളി, സംഗതി നടക്കൂല. നിങ്ങൾ സമ്മതെന്ന് കേട്ടിട്ടാ? മംഗലാപുരം സമ്മത്. സമത് ഈ സമത് പരിചയണ്ടേ? സമതിന്റെ മെല്ലെ പറയും. ആ സമതിന്റെ മോനാണിത്, സൽമാൻ, ദുൽഖർ സൽമാൻ. ഇനി മമ്മൂട്ടിയാണ് ഇതിനൊക്കെ പിന്നിൽ. അല്ല എന്റെ അച്ഛൻ ഉണ്ടായിരുന്നേ. ഈ സമത് എന്ന് പറഞ്ഞാൽ മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ കടൽ പോലെ വ്യാപിച്ച് കിടക്കുകയാണ്. നടക്കൂല, പെട്ടെന്ന് പോയിക്കോളി നിങ്ങൾ. പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു. ആ ചെറുക്കനെ കൊണ്ട് നമ്മൾ ഈ കാസർഗോഡ് നിന്ന് പോവുള്ളൂ. ഞാൻ പിന്നെ ഒരു വാക്ക് കൊടുത്തേണ്. ഞാനും കൊടുത്തു. ഈ ചെറുക്കന്റെ വീട് കാണിച്ചു തരാൻ പറ്റുമോ? ആരെ പോരാ? ആ ചെറുക്കന്റെ വീട് സമതിന്റെ. ആ നിങ്ങൾ വെറുതെ മയ്യത്ത് വിളിച്ചു വരുത്തണം. ചെറുക്കന്റെ വീട് കാണിച്ചു തരാൻ പറ്റൂല.